ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അധികം ദേഷ്യപ്പെടുന്നവരുടെ 3 സൈക്കോളജി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം വരില്ലേ അവർക്ക്, കുട്ടികളോടായാലും അതല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോടായാലും ഒക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷേ അവരുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് 3 സൈക്കോളജിയാണ് അവർക്കുള്ളത്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർ വളരെ ഇന്നസെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കും. അവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ആ ദേഷ്യം തോന്നി അത് അവർ അപ്പം തന്നെ എക്സ്പ്രസ് ചെയ്തു. പക്ഷേ അവർ ഉള്ളിലൊന്നും വെച്ച് പെരുമാറുന്ന ആളുകളായിരിക്കില്ല. ചില ആളുകൾ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറും. ആ ദേഷ്യം അവരുടെ ഉള്ളിൽ അങ്ങനെ കിടക്കും, എന്നും അത് അങ്ങനെ ഉണ്ടാവും. ആ ഒരു ദേഷ്യം അതല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടായിരിക്കും പിന്നീട് അവർ അങ്ങോട്ട് അവരോട് പെരുമാറുന്നതും. അതല്ലെങ്കിൽ ആ ഒരു എപ്പോഴും അവരുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യം ഉണ്ടാവും. ഇവരങ്ങനെയല്ല. അവരുടെ ആ ദേഷ്യം അവർക്ക് ആ തോന്നിയ മൊമെൻറ്റിൽ അവരെന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അത് അവരുടെ കഴിഞ്ഞു, വീണ്ടും അവർ പഴയ പോലെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവർ വളരെ ഇന്നസെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകൾ വളരെ ജെനുവിൻ ആയിരിക്കും എന്നുള്ളതാണ്. അവർ കള്ളം പറയില്ല. അവർ ഒരു കള്ളത്തരങ്ങളൊന്നും കാണിക്കില്ല. അവർക്കൊരു മുഖമൂടിയൊന്നും ഉണ്ടാവില്ല. അവരെ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും അവർ എപ്പോഴും. അവർക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല ലൈഫിൽ. അവർ വളരെ ജെനുവിൻ ആയിരിക്കും. അവർ എല്ലാവരോടും നല്ല ഒരു പുറത്തേക്ക് അവരെങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും അവരുടെ ഉള്ളിലുള്ള ലൈഫും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളായിരിക്കും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകൾ. തേർഡ് വൺ എന്ന് പറയുന്നത് അവർ റിഗ്രറ്റ് ചെയ്യും. അവർക്കൊരു കുറ്റബോധം തോന്നും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ. അവർക്ക് ആ ദേഷ്യം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ദേഷ്യപ്പെട്ട ആളുകളോട് അവർ സോറിയൊക്കെ പറയും. ഞാൻ സോറി കേട്ടോ, എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ദേഷ്യപ്പെട്ടതാണ്, മനസ്സിലൊന്നും വെച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർ സോറിയൊക്കെ പറയും. ഞാൻ ആദ്യം പറഞ്ഞ ഇന്നസെൻ്റ് ആയതുകൊണ്ടും ജെനുവിൻ ആയതുകൊണ്ടും തന്നെ അവർക്ക് പെട്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. പക്ഷേ അവരുടെ ആ ഒരു ദേഷ്യം അടങ്ങുമ്പോൾ അവരെന്ത് ചെയ്യും, റിഗ്രറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളുടെ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.